ആ സുഹൃത്തുക്കളെ, ഈ 2026 ജൂൺ 2-ാം തീയതി വ്യാഴം മാറുകയാണ്. മിഥുനൻ രാശിയിൽ നിന്ന് കർക്കടകൻ രാശിയിലേക്കാണ് വ്യാഴം മാറുന്നത്. 2-ാം തീയതി 6:30 വ്യാഴം മാറുന്നത്. വ്യാഴത്തിന്റെ ഒരു സോഡിയാക് സൈനിലെ ട്രാൻസിഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ 1 ഇയർ ആണ്. പക്ഷെ നിലയിൽ ഈ ഒക്ടോബർ 31-ാം തീയതി ആകുമ്പോഴത്തേന് പിന്നെ അത് വക്രത്തിൽ പോകേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ ഒക്ടോബർ 31 വരെ ഇതിന്റെ ആയിട്ടുള്ള രാശിഫലങ്ങൾ അനുഭവിക്കുമെന്ന് മനസ്സിലാക്കാം. വ്യാഴമെന്ന് പറഞ്ഞാൽ ഉൽപ്പത്തിയുടെ ഗ്രഹമാണ്, അറിവിന്റെ ഗ്രഹമാണ്, വിദ്യാഭ്യാസത്തിന്റെ ഗ്രഹമാണ്, ഗുരുക്കന്മാരുടെ ബാങ്കിങ്, ഫൈനാൻസ് എല്ലാം വ്യാഴമാണ്. വലിയ സമ്പത്ത്, ശുക്രൻ എന്ന് പറഞ്ഞ സമ്പത്താണ്. പക്ഷെ വ്യാഴമെന്ന് പറഞ്ഞ വലിയ സമ്പത്ത്, കുട്ടികൾ ഉണ്ടാകുന്നത്, കല്യാണം നടക്കുന്നത് എല്ലാം വ്യാഴമില്ലെന്ന രീതിയിൽ ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. വ്യാഴമെന്ന് പറഞ്ഞാൽ എല്ലാ ഗ്രഹങ്ങളെയും അധിപതിയാണ്, എല്ലാ ഗ്രഹങ്ങളെയും കൺട്രോൾ ചെയ്യുന്നതാണ്. വലുപ്പത്തിൽ ഏറ്റവും വലുതെന്ന് മാത്രമല്ല, വ്യാഴത്തിന്റെ ഒരു കണ്ണുണ്ട്, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. വ്യാഴം എല്ലാം വീക്ഷിക്കുന്നുണ്ട്. ചില ആൾക്കാർ ഈ വ്യാഴത്തിന്റെ ആയിട്ടൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഈ വല്ലൊരു അസ്ട്രോളജി റിലേറ്റഡ് ആയിട്ടുള്ള ചില സബ്ജക്റ്റ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും വിശ്വസിക്കാത്ത ആൾക്കാരുണ്ട്. ഇവിടുന്ന് ഭൂമിയിൽ നിന്ന് സൂര്യൻ വരെയും, സൂര്യനിൽ നിന്ന് ചന്ദ്രൻ വരെയും, ചന്ദ്രനിൽ നിന്ന് ഭൂമി വരെയുമുള്ള ടോട്ടൽ ഡയമീറ്ററും അല്ലെങ്കിൽ ഒരു സൂര്യന്റെ ടോട്ടൽ ഡയമീറ്ററും ഒക്കെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ 108 ടൈംസ് ഓഫ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ഓഫ് ദ ഇവിടുന്ന് ഭൂമിയിൽ നിന്ന് അങ്ങോട്ട് പോകാനും തിരിച്ചു വരാനും ഈ 3 ഗ്രഹങ്ങളിൽ നമ്മളെ ഡിസ്റ്റൻസ് 108 ടൈംസ് ആണ്. ഇവിടെ 108 പാദങ്ങളാണ് നമ്മുടെ അസ്ട്രോളജി പ്രകാരം ഉള്ളതെന്ന് മനസ്സിലാക്കാം. അപ്പൊ ഈ 108ന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ അതിനുവേണ്ടി ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യുക, വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ 108 ആൻഡ് ഈ പറയുന്ന ഈ സൂര്യനും ചന്ദ്രനും ഭൂമിയുമായിട്ടുള്ള എന്താ ഒരു 108 റിലേഷൻ. പിന്നെ പല ആൾക്കാരും ഈ പാദത്തിന്റെ കാര്യം ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആ പാദത്തിന്റെ കാര്യം കൂടെ പറഞ്ഞേക്കാം. നമുക്ക് ടോട്ടൽ 27 നാളുകളാണല്ലോ ഉള്ളത്. അപ്പൊ ഒരു നാളിന് 4 പാദങ്ങളാണ്. അപ്പം ഈ 4 പാദം അതായത് 27 ഇൻറ്റു 4 അടിച്ചു കഴിഞ്ഞാൽ 108 വരും. അതാണ് സൂര്യനും ഭൂമിയും ചന്ദ്രന്റെ ഒക്കെ ഒരു കാര്യങ്ങൾ കണക്ക് പറഞ്ഞ. അപ്പോൾ ഓരോ നാളിനകത്ത് 4 പാദങ്ങളുണ്ട്. അപ്പോൾ ഈ പാദത്തിനനുസരിച്ച് ഇതിന്റെ ലോഡ്, സബ് ലോഡ് കാര്യങ്ങളൊക്കെ മാറി വരും. അപ്പൊ മാറി വരുന്നതിന്റെ അനുസരിച്ച് ഇതിന്റെ സ്വഭാവങ്ങളെ, രീതികളെ, അങ്ങനെ പല കാര്യങ്ങളും വ്യത്യാസപ്പെട്ടിരിക്കും എന്നുള്ള ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക. അതേമാതിരി മറ്റൊന്ന് നിങ്ങൾ മനസ്സിലാക്കുക, നാസ പോലും വന്നിട്ട് ലെസ് ദാൻ 200 ഇയേഴ്സ് ആയിട്ടുള്ളൂ, 200 വർഷത്തിൽ താഴെ. അപ്പം 10,000 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഗ്രഹങ്ങളുണ്ടെന്നും ഗ്രഹങ്ങൾ നമ്മളെ വീക്ഷിക്കുന്നുണ്ടെന്നും ഒക്കെ കണ്ടുപിടിച്ചിട്ടുള്ള ഇവിടെ മനുഷ്യന്റെ പവറാണ്. അതേമാതിരി 6666 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ബെർമുഡ ട്രയാങ്കിള്, നോർത്ത് പോള്, സൗത്ത് പോള്, കൈലാഷ് മൗണ്ടന്, ഈജിപ്തിലെ പിരമിഡ്, അങ്ങനെ ഒരുപാട് 6666.6 എന്നുള്ള കണക്ക് എന്തുകൊണ്ട് വന്നു. അപ്പൊ ഒന്ന് മനസ്സിലാക്കുക, ഇവിടെ എന്തൊക്കെ എനർജി പാസ് ചെയ്യുന്ന സ്ഥലമാണ്. അത് ചില ആൾക്കാർ ഈ അസ്ട്രോളജി റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റിനൊക്കെ അന്ധമായിട്ട് തള്ളിക്കളയും. അപ്പൊ അങ്ങനെയുള്ള ഈ അതെല്ലാം ഒരു വാസ്തു റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റിനെ വളരെ അന്ധമായിട്ട് തള്ളിവിടും. ഓരോ ഡയറക്ഷനും വാസ്തുവിന്റെ പരമായിട്ടും ഈ പറയുന്ന ന്യൂമറോളജിക്കൽ പരമായിട്ടും മൊബൈൽ ന്യൂമറോളജി, അങ്ങനെ പല രീതിയിൽ മനുഷ്യന് പല നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാം. കാരണം ഇതെല്ലാം ഒരു എനർജിയാണ്, നമ്പേഴ്സാണ്. 1 മുതൽ 10 വരെയുള്ള, അല്ല 1 മുതൽ 9 വരെയുള്ള നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1 എന്ന് പറഞ്ഞാൽ സൂര്യൻ, 2 എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ, അങ്ങനെ ഓരോന്നിനും നമ്പറുണ്ട്. അതുപോലെ 5 എന്ന് പറഞ്ഞാൽ മെർക്കുറി, 6 എന്ന് പറഞ്ഞാൽ ശുക്രന്, 3 എന്ന് പറഞ്ഞാൽ വ്യാഴം. അപ്പൊ ഈ ഗ്രഹങ്ങൾ തമ്മിലും അങ്ങോട്ടും ഇങ്ങോട്ടും വൈരാഗ്യവും വിദ്വേഷവും പിണക്കവും ഉണ്ട്. അതായത് ശത്രുഗ്രഹങ്ങളുണ്ട്, നല്ല ഗ്രഹങ്ങളും ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പം ഓരോ ഗ്രഹങ്ങളെ വ്യാഴം മാത്രമേ എന്നുള്ളൂ സാത്വികൻ എന്ന് പറയുന്നത്. വ്യാഴം നല്ല ഗ്രഹമാണ്, വ്യാഴം ആരെയും ദ്രോഹിക്കാറില്ല, വ്യാഴം നന്മ മാത്രം കൊടുക്കുന്ന ഒരു ഗ്രഹമാണ്. അപ്പം ഈ വ്യാഴത്തിന്റെ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വെച്ചു. അപ്പൊ ഇവിടെ നിങ്ങളൊന്നും മനസ്സിലാക്കുക, ഇത് ഞാൻ ഈ പറയുന്ന സബ്ജക്റ്റ് ഒന്നും നിങ്ങൾക്ക് കേരളത്തിലെ ഈ ഒരു സംഭവത്തിൽ നിന്നൊന്നും കിട്ടത്തില്ല, ഒരു ചാനലിൽ നിന്നും കിട്ടത്തില്ല. അതായത് ഇപ്പം നമ്മുടെ ബർത്തിയാട്ടിലാണെന്ന് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ വ്യാഴവും ബുധനും കൂടെ കണക്ട്, അതായത് വ്യാഴം, ജൂപ്പിറ്റർ ആൻഡ് മെർക്കുറി കണക്ട് ചെയ്യുക എന്നൊരു ഇറ്റ് ഈസ് ഡിനോട്ടിങ് കൊമേഴ്സ്യൽ പ്രോപ്പർട്ടി. ആ ആളിന് കൊമേഴ്സ്യൽ പ്രോപ്പർട്ടി കിട്ടാനുള്ള യോഗമുണ്ട്. അതിന്റെ കൂടെ രാഹു കൂടെ ഉണ്ടെന്നതിൽ മൾട്ടിപ്പിൾ കൊമേഴ്സ്യൽ പ്രോപ്പർട്ടി കിട്ടാനുള്ള യോഗമുണ്ട്. അതുപോലെ ജൂപ്പിറ്റർ, ഈ പറയുന്ന വ്യാഴവും കുജനും കൂടെ, അത് ചൊവ്വായും കൂടെ കണക്ട് ആണെന്ന് ആ ആളിന് ലാൻഡർ പ്രോപ്പർട്ടി കിട്ടാനുണ്ട്, സാധ്യതയുണ്ട്. സാധ്യതയല്ല 100%. അത് പറഞ്ഞാൽ വ്യാഴവും ഈ പറയുന്ന കുജനും പ്ലസ് രാഹുവും കൂടെ കണക്ട് ആണെന്നൊരു 100% മൾട്ടിപ്പിൾ പ്രോപ്പർട്ടി കിട്ടാനുള്ള യോഗമുണ്ട്. കുറിയെ പറ്റി പറഞ്ഞപ്പോൾ മൾട്ടിപ്പിൾ കൊമേഴ്സ്യൽ പ്രോപ്പർട്ടി. അതുപോലെ വീനസ് ഇവിടെ കണക്ട് ചെയ്ത്, ഈ വ്യാഴവും വീനസും കണക്ട് ചെയ്ത് പറഞ്ഞാൽ അയാൾക്ക് ഹൗസ് കിട്ടാൻ, ആളുടെ ഹൗസ് സ്വന്തമായിട്ട് വീടുണ്ടാക്കാനുള്ള യോഗമുണ്ട്. അതല്ലെന്നൊരു ഈ വീനസിന്റെ കൂടെ
ഈ രാഹു കൂടെ കണക്ട് ചെയ്ത് നല്ല രാഹു കൊണ്ട് അടുക്ക് രാഹു കൊണ്ട് പല നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ പൊസിഷനിൽ രാഹു വരുന്നത് നല്ലതാണ്, കൂടുതലായിട്ടുള്ള ഗുണം വരും, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ പല വീഡിയോയിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഇതിനകത്തൊന്ന് ടച്ച് ചെയ്ത് പോകുന്നതേ ഉള്ളൂ ഈ ഒരു സബ്ജക്ട്. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ. അപ്പം വീനസ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ പ്രോപ്പർട്ടി കിട്ടാനുള്ള യോഗമുണ്ട്. മാത്രമല്ല സമ്പത്തിനും പല രീതിയിലുള്ള ആർഭാടം, സമ്പത്ത്, അങ്ങനെ പല രീതിയിലുള്ള ഒരുപാട് ഗുണഗണങ്ങളൊക്കെ ഇങ്ങനെയുള്ള രാശിക്കാർക്കല്ലെന്നേരി പ്രത്യേകിച്ച് വ്യാഴം കഴിഞ്ഞിട്ട് വ്യാഴത്തിന്റെ ഇത്ര ഡിഗ്രി ഫ്രണ്ടില് ശുക്രൻ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് മൾട്ടിപ്പിൾ പ്രോപ്പർട്ടി അല്ലെന്നേരി ഒരുപാട് യോഗം, അതായത് 67 വയസ്സ് വരെ ഒരുമാതിരിപ്പെട്ട അസുഖങ്ങൾ വരത്തില്ല. സഞ്ജീവനി യോഗ, ഇങ്ങനെ പല യോഗങ്ങളും പല കാര്യങ്ങളും ഈ ഗ്രഹങ്ങൾ തമ്മിൽ ഉള്ള യൂണിറ്റ് കൊണ്ട് നമുക്ക് കറക്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റുമെന്ന് പറയാം. അതായത് ഇവിടെ ഒരു സയൻസ് ഉണ്ട്. മുറിവേദൻ ആളെ കൊല്ലുമെന്നുള്ള രീതിയിൽ പകുതി പഠിച്ചിട്ട് പറയുന്ന ആൾക്കാരുണ്ട്. എന്തുകൊണ്ട് ഇവിടെ ഒരു സയൻസ് ഉണ്ട്, ആ സയൻസ് തെറ്റിട്ടില്ല. ആ സയൻസ് പറയുന്നവരാണ് കാര്യങ്ങളെ തെറ്റിക്കുന്നത്. നമുക്ക് ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളും, നമുക്ക് ജീവിതത്തിൽ കടന്നുപോയിരുന്ന കാര്യങ്ങളും ഇനിയും വരാനിരിക്കുന്ന കാര്യങ്ങളും, അല്ലെങ്കിൽ എപ്പോഴും ആക്സിഡന്റ് ഉണ്ടാകും, എപ്പോഴല്ലെന്നൊരു ഫോറിൻ ട്രാവൽ ചെയ്യാൻ, അങ്ങനെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഫോറിൻ പോകാൻ പറ്റുമോ, സെറ്റിൽ ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള ഒരു സയൻസ് ഇവിടെ ഉണ്ട്. അല്ലെ കല്യാണം കഴിക്കുക, കല്യാണത്തിന് യോഗം ഉണ്ടോ, ഡൈവേഴ്സ് ആകുമോ, എല്ലാം അറിയാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഒരു സയൻസ് ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ ഓർമ്മിക്കുകയാണ്. 2027 ഓഗസ്റ്റ് മാസത്തോടുകൂടി പുതിയൊരു വൈറസ് വരാനും അതുപോലെ വേൾഡ് റിസഷൻ വരാനും ഒക്കെ ഉള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവരും അതിനെ ഒന്ന് പ്രിക്കോഷനായിട്ട് മെഷേഴ്സ് എടുത്തിട്ട് കരുതിയിരിക്കുക. ഷെയർ മാർക്കറ്റിലൊന്നും ഇത് ഇപ്പോൾ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ടൈമല്ല. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ലോവർ പ്രൈസിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും. വേൾഡ് വൈഡ് ആയിട്ടുള്ള ഈ ക്രൈസിസ് ഉണ്ടാവും. ഈവൻ പ്രോപ്പർട്ടിയുടെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറൌണ്ട് 40 to 50% വരെ താഴെ പോകാനുള്ളതും ഷെയർ മാർക്കറ്റ് ഇടിയാനും അങ്ങനെ വേൾഡ് വൈഡ് ആയിട്ടുള്ള ക്രൈസിസ് ഉണ്ടാകും. പല രീതിയിലുള്ള മാറ്റങ്ങൾ ഇവിടെ ഉണ്ടാകും എന്നുള്ളതും മനസ്സിലാക്കിയിരിക്കുക. ഈ ഒരു 2027 പറഞ്ഞ ഒരു മാസത്തിന്റെ ആയിട്ടുള്ള സമയത്ത് ഇവിടെ 2-3 ഫോട്ടോ ഇട്ടിട്ടുണ്ട്. എന്താണെന്നറിയാം, ഈ ഇറാന്റെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ഇറാന്റെ യുദ്ധം വരുന്നതിന് മുമ്പ് വേൾഡ് ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാകുന്ന കാര്യം ഞാൻ 3-4-5 വീഡിയോ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇറാനിൽ ആറ്റം ബോംബിന്റെ പ്രസൻസ് ഉണ്ടാകുമെന്ന്, ഇറാനിൽ ആറ്റം ബോംബിന്റെ ടെസ്റ്റിംഗ് നടക്കുന്നതിന്റെ തലേദിവസം വീഡിയോ ഇട്ടിട്ടുണ്ട്. നമുക്കിവിടെ ഒരു എനർജി ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഞാൻ ദൈവമൊന്നുമല്ല. അപ്പൊ ഇതൊരു സയൻസ് ആണ്. അപ്പം അതിനെ നിങ്ങൾ എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നുള്ളത് എനിക്ക് വിഷയമല്ല. പക്ഷേ ഇവിടെ ഒരുപാട് പോസിബിലിറ്റി ഉണ്ട്, ഒരുപാട് ക്രിയേറ്റിവിറ്റി ഉണ്ട്, ഒത്തിരി എനർജി ഉണ്ട്. ഇവിടെ എന്തൊക്കെ ഇറാന്റെ ഒരു ബർത്തിയാട്ടം എന്ന് പറയുന്ന ഒരു സാധനം ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പോയി കാണുക എന്താണെന്ന്, എന്താ അസ്ട്രോളജി, അല്ലെ എന്താണ് ഇവിടുത്തെ പ്രഡിക്ഷൻ പാട്ട്, എന്താണ് മുണ്ടേൻ അസ്ട്രോളജി, അല്ല ബൃഹനാടി, അല്ലെന്നൊരു നക്ഷത്രനാടി, അതുമല്ലെന്നൊരു ചന്ദ്രകല നാടി, KP അസ്ട്രോളജി, ഇതിന്റെയൊക്കെ പവറൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുക. അതുപോലെ ഈ യുദ്ധത്തിൽ ഇറാൻ മേൽക്കൈ നേടുമെന്നും ഇറാന്റെ നേതൃത്വം ഉയർത്തെഴുന്നേക്കുമെന്നും ആര് പറഞ്ഞാൽ കേൾക്കത്തില്ലാത്ത സിറ്റുവേഷൻ ആണെന്നും, അങ്ങനത്തെ ഒരു നേതൃത്വമാണെന്നും, പ്ലൂട്ടോയും പല ഗ്രഹങ്ങളും നിൽക്കുന്നതും മുണ്ടേൻ അസ്ട്രോളജിയും ഒരു പല കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾ കേൾക്കുക. അപ്പം ഇറാൻ ഇവിടെ മേൽക്കൈ നേടും, അമേരിക്ക ഈ യുദ്ധത്തിൽ തോറ്റുപോകുമെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ആറ്റം ബോംബ് പൊട്ടുന്നതും ഓരോ കാര്യം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കാം. ഇവിടെ ഒരു എനർജി ഉണ്ടെന്ന് മനസ്സിലാക്കുക. പിന്നെ അപ്പൊ ഇത് രാമുഖമായിട്ട് പറഞ്ഞാണ്. അപ്പൊ നമുക്കിനി വ്യാഴത്തിന്റെ ആയിട്ടുള്ള ഓരോ ആൾക്കാർക്കും ഓരോ രാശിക്കാർക്കും എങ്ങനെയൊക്കെ അതിന്റെ ആയിട്ടുള്ള നല്ലതായിട്ടുള്ള കാര്യങ്ങൾ വരുന്നു, അല്ലെന്നേരി മോശമായിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെ രാശിക്കാർക്ക് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. കുമ്മൻ രാശിയുടെ നക്ഷത്രാധിപതി ശനിയാണ്. അതുപോലെ ഇവിടുത്തെ നാളുകൾ നോക്കിക്കഴിഞ്ഞാൽ ഔട്ടം, ചതയം, പൂരുട്ടാതി. ഔട്ടത്തെ നോക്കിക്കഴിഞ്ഞാൽ ഔട്ടത്തെ ഭരിക്കുന്ന ചൊവ്വാണ്, ശനികർമ്മയപ്പെട്ടാണ്. അതുപോലെ ചതയത്തെ നോക്കിക്കഴിഞ്ഞാൽ രാഹുകർമ്മയാണ്, രാഹുവാണ് ഭരിക്കുന്നത്. അതുപോലെ പൂരുട്ടാതി നോക്കിക്കഴിഞ്ഞാൽ വ്യാഴമാണ് ഭരിക്കുന്നത്, സൂര്യകർമ്മയാണ്. അപ്പൊ നിങ്ങളുടെ കർമ്മകാര്യങ്ങളൊന്നും നോട്ട് ചെയ്ത് വെച്ചേക്കുന്നത് നല്ലതാണ്. അപ്പൊ ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലുള്ള അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻകം വരാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ ഈ ഒരു രാശിക്കാർക്ക്, കടം കൊടുത്ത പൈസ തിരിച്ചു കിട്ടാനുള്ള സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും സമ്മാനാദികൾ കിട്ടാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ. ചിലപ്പോൾ കുട്ടികളൊക്കെ ആണെന്നവർ അവരുടെ പേരൻസ് ഒക്കെ അവരുടെ പേര് ഫിക്സഡ് ഡിപ്പോസിറ്റ് ഒക്കെ കൊണ്ടിടാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ. അതുപോലെ നല്ല സന്തോഷകരമായിട്ട് നല്ല ലക്ഷറിയസ് ആയിട്ടുള്ള ലൈഫ് വരാന്, അല്ലെങ്കിൽ ചില ആൾക്കാർ പല രീതിയിൽ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടിരുന്ന ആൾക്കാർക്ക് ആ ഒരു രീതിയിൽ നിന്നൊക്കെ തിരിച്ചു വരാനൊക്കെ ഉള്ള സാഹചര്യം. അതുപോലെ തൊഴിൽ തടസ്സം അനുഭവിച്ചിരുന്ന ആൾക്കാരുടെ തൊഴിൽ തടസ്സം മാറാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, പുതിയ ജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയ ജോലി കിട്ടാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, ഓൺലൈൻ ജോബ് ചെയ്യുന്ന ആൾക്കാർക്ക് പുതിയ എഗ്രിമെന്റ്, പുതിയ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ. അതുപോലെ എന്തെങ്കിലും ലോണൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ലോൺ കിട്ടാനൊക്കെ ഉള്ള അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ. അതുപോലെ ക്രെഡിറ്റ് കാർഡൊക്കെ അടച്ചു തീർക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക്
ക്രെഡിറ്റ് കാർഡൊക്കെ അടച്ചു തീർക്കാൻ, അല്ലെന്നൊരു കടം കൊടുത്ത പൈസ തിരിച്ചു കിട്ടാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, അല്ല ചിലപ്പോൾ KSF ചിട്ടി, അങ്ങനെ പല രീതിയിൽ എന്തെങ്കിലുമൊക്കെ വരുമാനങ്ങൾ ഉണ്ടാകാൻ, എന്തെങ്കിലും പൈസയുടേതായിട്ടുള്ള ബുദ്ധിമുട്ട് മാറാനൊക്കെ ഉള്ള സാഹചര്യങ്ങളാണ് ഈ വ്യാഴത്തിന്റെ വരവോടുകൂടി സൂചിപ്പിക്കുന്നത്. അത് മാത്രമല്ല, ഗെയിൻ ത്രൂ ദ കറസ്പോണ്ടൻസ്, എന്തെങ്കിലും ജോലി സംബന്ധമായിട്ടുള്ള ട്രാൻസ്ഫർ ഒക്കെ പ്രതീക്ഷിച്ചിരുന്ന ആൾക്കാർക്ക് ആ ട്രാൻസ്ഫർ, അനുകൂലമായിട്ടുള്ള ട്രാൻസ്ഫർ കിട്ടാൻ, അതുപോലെ പുതിയ ജോലിക്ക് എന്തെങ്കിലും അപ്ലൈ ചെയ്തിരുന്ന ആൾക്കാർക്ക്, CV ഒക്കെ അയച്ചിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ആൾക്കാർക്ക് ജോലി കിട്ടാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, അതുപോലെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല രീതിയിലുള്ള പുതിയ എഗ്രിമെന്റ്, കരാറുകളൊക്കെ ലഭിക്കാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, ജോലി സ്ഥലത്തൊക്കെ നല്ല റെസ്പെക്ട് കിട്ടാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, മുതിർന്ന ഉദ്യോഗസ്ഥരുടെ അടുത്തുനിന്ന് നല്ല അനുമോദനങ്ങൾ ലഭിക്കാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, അതുപോലെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെന്ന് വരില്ല, അവർക്ക് എന്തെങ്കിലും മിനിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഹയർ ഒഫീഷ്യൽസ് അവരുടെ അടുത്തുനിന്ന് എന്തെങ്കിലും ആനുകൂല്യം പ്രതീക്ഷിച്ചിരുന്ന ആൾക്കാർക്ക് അത് നടക്കാനും അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകാനൊക്കെ ഉള്ള സാഹചര്യങ്ങളാണ് ഈ ഒരു രാശിക്കാർക്ക്. മാത്രമല്ല, വെളിയിൽ എന്തെങ്കിലും ജോബ് റിലേറ്റഡുള്ള ഫോറിൻ ട്രാവൽ ചെയ്യാനോ അല്ലാതുള്ള എന്തെങ്കിലും ഫോറിൻ ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ പൊതുവെ അത്ര മോശമല്ലാത്ത ഒരു സിറ്റുവേഷനാണ് ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ. റെമഡി കാര്യങ്ങൾ പറയുന്നുണ്ട്, വ്യാഴത്തെ എങ്ങനെ പോസിറ്റീവ് ആക്കാവുന്നത്, അത് കേട്ടിരിക്കുക. അതുപോലെ നമ്മുടെ റെമഡി കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക, നിങ്ങൾ എല്ലാവരും ഒരു ബർത്തിയായിട്ട് എന്തെങ്കിലും ജീവിതത്തിൽ ഒരു പ്രാവശ്യം നോക്കിയിരിക്കുന്നത് നല്ലതാണ്. അപ്പൊ മെയിനായിട്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, വ്യാഴത്തിന്റെ പൊസിഷന് ഇച്ചിരി മോശമായിട്ടിരിക്കുന്ന 6, 8, 6ലും 8ലും പൊസിഷനിൽ നമുക്ക് വ്യാഴം വരുന്നത് അത്ര നല്ലതല്ല. 10ൽ അതിനെ മിക്സ് ആയിട്ടുള്ള അനുഭവമാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്കായാലും റെമഡി ചെയ്തു പോയി കഴിഞ്ഞാൽ അതിന്റെ ആയിട്ടുള്ള പല രീതിയിൽ അതിന്റെ ആയിട്ടുള്ള കാഠിന്യം കുറയ്ക്കാനൊക്കെ കൊണ്ട് പറ്റും. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് എനർജി ഉണ്ട്. ഇതിനകത്ത് ഓരോ ഗ്രഹങ്ങൾക്കും അതിന്റെ ആയിട്ടുള്ള റേഡിയേഷനിൽപ്പെട്ട കാരകത്വങ്ങളുണ്ട്. അങ്ങനെയുള്ള കാരകത്വങ്ങളെയാണ് നമ്മൾ പോസിറ്റീവ് ആക്കുക. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ള പല രീതിയിലുള്ള ബെനിഫിറ്റ് വരും. നമുക്കിതിന്റെ റെമഡിയുടെ മാത്രമായിട്ടുള്ള വീഡിയോ എല്ലാ പ്ലാനറ്റിനെ പറ്റി ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾക്ക് നക്ഷത്രനാടി, വേദിക് അസ്ട്രോളജി, മിസ്റ്റിക് ട്രയാങ്കിള്, മെഡിക്കൽ അസ്ട്രോളജി, പഞ്ചപക്ഷി ശാസ്ത്രം, മൊബൈൽ ന്യൂമറോളജി, ചന്ദ്രകലാനാടി, പ്രവാസ്തു, ഇങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പഠിക്കാനുള്ള താല്പര്യം ഉണ്ടെന്ന വരിയിൽ ഇതിനൊരു വാട്സപ്പ് നമ്പറുണ്ട്. അല്ലെന്ന വരിയിൽ ഇതിനകത്ത് ലിങ്ക് ഉണ്ട്, ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ വ്യാഴത്തെ പോസിറ്റീവ് ആക്കാൻ നമ്മുടെ ചണദാനം, നമ്മുടെ കടല ദാനം ചെയ്യുന്നത്, അതുപോലെ നിങ്ങൾ വിശ്വസിക്കുന്ന ആരാധനാലയങ്ങളിൽ കടല ദാനം ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ പപ്പായ ദാനം ചെയ്യുന്നത്, നമ്മുടെ നാട്ടിലുള്ള ഓമയ്ക്ക ദാനം ചെയ്യുന്നത് ജൂപ്പിറ്ററിനല്ല ഗുരുവിനെ പോസിറ്റീവ് ആക്കാനുള്ള വളരെ നല്ലൊരു മാർഗമാണ്. അതുപോലെ നിങ്ങൾ വിശ്വസിക്കുന്ന ആരാധനാലയങ്ങളിലെ മഞ്ഞമണി ദാനം ചെയ്യുന്നത് ഗുരുവിനെ പോസിറ്റീവ് ആക്കാൻ വളരെ നല്ലതാണ്. അതുപോലെ ഡെയിലി പപ്പായ കഴിക്കുന്നത് നല്ലതാണ്, ആരോഗ്യത്തിന് നല്ലതാണ്, വ്യാഴത്തെ പോസിറ്റീവ് ആക്കാനും നല്ല. എന്നുകൊണ്ട് പ്രഗ്നന്റ് ലേഡീസ് കഴിക്കല്ല, അത് വേറെ രീതിയിലുള്ള പ്രശ്നം ഉണ്ടാക്കും, അത് പറയുകയാണ്. അതുപോലെ നിങ്ങളുടെ ആരാധനാലയങ്ങളിൽ സേവ ചെയ്യുക, ആ സേവ ചെയ്യുമ്പോഴും വളരെ അനുകൂലമായിട്ടുള്ളതാണ്. അതുപോലെ അധ്യാപകരെ ബഹുമാനിക്കുക, അതും വളരെയാണ്. ഗുരുക്കന്മാരെ ബഹുമാനിക്കുന്നതും വ്യാഴത്തിന്റെ റേഡിയേഷൻ. അതുപോലെ ഗുരു സ്തോത്രം ജപിക്കുന്നത് വളരെ നല്ലതാണ് വ്യാഴത്തെ പോസിറ്റീവ് ആക്കാൻ. അതല്ലെന്നൊരു വ്യാഴത്തിന്റെ മൂലമന്ത്രങ്ങൾ ജപിക്കാവുന്നതാണ്. മഞ്ഞച്ചരട് കയ്യിലോ അല്ല കഴുത്തിലോ കെട്ടി നടക്കുന്ന വ്യാഴത്തെ പോസിറ്റീവ് ആക്കാനുള്ളതാണ്. അതുപോലെ സാഫ്രൂൺ ഒരു ശകലം പാലിനകത്തിട്ടിട്ട് കുടിക്കുന്നത് നിന്നാണ്. വൈകിട്ട് ഈവനിങ്ങിൽ കിടക്കാൻ നേരത്തെ ശകലം സാഫ്രോൺ, അതായത് നമ്മുടെ കുങ്കുമം, ഒരു പിഞ്ച് ഓഫ് ശകല ഒരു കുങ്കുമം, ഒരു ശകലം കുങ്കുമത്തിന്റെ ഒരു ശകലം ഒരു പൂ എടുത്തിട്ട് പാലിനകത്തിട്ടിട്ട് അത് വെച്ചിട്ട് കിടക്കാൻ നേരം കുടിച്ചു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ശുക്രനെയും ജൂപ്പിറ്ററിനെയും കൂടെ പോസിറ്റീവ് ആക്കാനുള്ള കർമ്മമാണ്. അതുപോലെ കുളിക്കുന്ന സമയത്ത് ചെറിയൊരു പിഞ്ച് ഓഫ് മഞ്ഞൾ പൊടിയെ ശകലം വെള്ളത്തിയിട്ട് കുളിക്കുന്നത് വ്യാഴത്തെ പോസിറ്റീവ് ആക്കാനുള്ള അനുകൂലമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ പേരാലിനെ ശുശ്രൂഷിക്കുക, പേരാലിന് വെള്ളം ഒഴിക്കുന്നതൊക്കെ വ്യാഴത്തെ പോസിറ്റീവ് ആക്കാൻ നല്ലതാണ്. അതുപോലെ കടല ശിവലിംഗത്തിൽ അർപ്പിക്കുന്നത് ഈ പറയുന്ന വ്യാഴത്തെ പോസിറ്റീവ് ആക്കാൻ നല്ലതാണ്. അപ്പൊ ഇങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട് ഈ വ്യാഴത്തെ പോസിറ്റീവ് ആക്കാൻ. എല്ലാം കൂടെ നമുക്ക് അത് വേറെ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്, ഓൾറെഡി വീഡിയോ ലോങ് ആയി. അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. ലൈക്ക് എന്ന് അടിച്ചു കഴിയുമ്പോൾ ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ വരും. ആ ഹൈപ്പ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിന് അതൊരു എൻകറേജ്മെന്റ് ആണ്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനോ അല്ലെങ്കിൽ കൺസൾട്ടേഷൻ റിലേറ്റഡ് ആയിട്ടോ എന്തെങ്കിലും ഉണ്ടെന്നതിൽ കോൺടാക്ട് ചെയ്യാനും മടിക്കണ്ട.